അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സുകാരുടെ പൊതുപരീക്ഷയ്ക്ക് താരീഖിൽ നിന്നും അഖ്ലാഖിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചത് ചേർക്കുക. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ലജ്ജ, പരീക്ഷണ, തഖ്വ, തൗബ. കൊലപാതകമാണ് തൗബ കൽബിനെ. 1. പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം. ബ്രാക്കറ്റിൽ കാണാം ഉത്തരം കൊലപാതകം. 2. വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ഡാഷ്. ഉത്തരം ലജ്ജ. 3. ഡാഷ് ഘട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക. ഉത്തരം പരീക്ഷണം. പരീക്ഷണഘട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക. 4. ഡാഷ് എല്ലാ വഴിപ്പെടലുകളുടെയും താക്കോലാണ് തൗബ എന്നാണ്. തൗബ എല്ലാ വഴിപ്പെടലുകളുടെയും താക്കോലാണ്. 5. നീ എവിടെയാണെങ്കിലും അല്ലാഹുവിന് ഡാഷ് ചെയ്യുക. ഉത്തരം തഖ്വ ചെയ്യുക. 6. ഡാഷ് രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഉത്തരം കൽബിനെ. കൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. 7. ദോഷത്തെ തൊട്ട് ഖേദിച്ചു മടങ്ങലാണ് ഡാഷ്. ഉത്തരം തൗബ. തൗബയുടെ 4 ഷർത്തുകൾ പഠിച്ചു വെക്കുക. കാരണം അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങളുടെ അഖ്ലാഖിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ പാഠത്തിൽ അത് തന്നിട്ടുണ്ട്. അതെല്ലാവരും പഠിച്ചു വെക്കുക. തൗബ അല്ലാഹു സ്വീകരിക്കാൻ 4 നിബന്ധനകളുണ്ട്. 1. ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക. 2. ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക. 3. തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. 4. മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാകുക. ഇവയെല്ലാമാണ് 4 നിബന്ധനകൾ. ഇതൊക്കെ പഠിക്കുക. അടുത്ത പ്രവർത്തനം ആര് പറഞ്ഞു. താഴെ തന്നിട്ടുള്ള വരികൾ ആര് പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. ഒന്നാമത്തത് അഫല അക്കൂന അബ്ദൻ ഷക്കൂറ. പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടതില്ലയോ എന്നാണ്. അർത്ഥം എഴുതേണ്ടതില്ല, ആര് പറഞ്ഞതാണെന്ന് എഴുതിയാൽ മതി. എന്നാലും അർത്ഥം പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. 2. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇത് പറഞ്ഞത് അല്ലാഹു തആലയാണ്. അതിൻ്റെ അർത്ഥം കൽബിന് രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. 3. എൻ്റെ മയ്യിത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ വസിയ്യത്താണിത്. ഉത്തരം ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഈ വസിയ്യത്ത് മുഴുവനായിട്ട് പഠിക്കുക. അഖ്ലാഖിലെ 6ാമത്തെ പാഠത്തിൽ തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. വസിയ്യത്ത്: എൻ്റെ മയ്യിത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിട വരരുത്. ഇതാണ് വസിയ്യത്ത്. പഠിച്ചു വെക്കുക. ഇനി അടുത്ത പ്രവർത്തനം താരീഖിൽ നിന്നുള്ളതാണ്. ചോദ്യം വ്യക്തമാക്കാം. 1. ഇമാം അബൂ ഹസനിൽ അശ്അരി റഹിമഹുല്ലാഹയുടെ വയസ്സ് എത്ര? ഇത് നമ്മുടെ താരീഖിലെ ഏറ്റവും അവസാനത്തെ പേജിലുണ്ട്. ഇതിൻ്റെ ഉത്തരം 64 വയസ്സ്. ചോദ്യം 2. ഇമാം മാലിക് റഹിമഹുല്ലാഹയുടെ ജനനം. ഉത്തരം ഹിജ്റ 95. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ്. ഉത്തരം 63. ചോദ്യം 4. ഇന്ന് രാത്രി ശക്തമായ കാറ്റടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്ഥലം. ഉത്തരം തബൂക്ക്.
തബൂക്കിലെത്തിയപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇന്ന് രാത്രി ശക്തിയായി കാറ്റടിക്കും, അപ്പോൾ ആരും എഴുന്നേൽക്കരുതെന്ന്. കാറ്റ് സമയം ഒരാൾ എഴുന്നേറ്റു, അയാൾ പറന്നുപോയി അകലെയുള്ള തൊയ്യ് പർവ്വതത്തിൽ ചെന്നു വീണു. ഇത് പാഠം 10 ഒരു സമാധാന സന്ധി എന്ന പാഠത്തിൽ ഇത് പറയുന്നുണ്ട്. ഈ തബൂക്ക്, തൊയ്യ് പർവ്വതം ഇതൊക്കെ പഠിച്ചു വെക്കുക. ചോദ്യം 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅത്തത്തിലേക്ക് അയച്ച സൈന്യത്തിൻ്റെ എണ്ണം എത്രയാണ്? ഉത്തരം 3000. താരീഖിലെ 9ാമത്തെ പാഠമായ അനീതിക്കെതിരെ ഒരു വിജയം എന്ന പാഠത്തിലുണ്ട്. ഈ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകമുണ്ട്, അംഗബലമല്ല ഇസ്ലാമിൻ്റെ വിജയത്തിന് നിദാനം. ഈ വാചകം പഠിച്ചു വെക്കുക. ഇത് പറഞ്ഞത് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇത് ആരോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ സഹാബികളോട് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ബദർ യുദ്ധത്തിൽ ഷഹീദായ സഹാബികളുടെ എണ്ണം. ഉത്തരം 14. അടുത്ത ചോദ്യം, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇത് അഖ്ലാഖിൽ നിന്നുള്ള ചോദ്യമാണ്. 1ാമത്തെ ചോദ്യം, ഇന്നല്ലാഹ ഡാഷ് മാലം യുർ ഇർ. ഇത് അഖ്ലാഖിലെ ഏറ്റവും അവസാനത്തെ പാഠത്തിലുണ്ട്. ഇത് പഠിക്കുക. ഇതിൻ്റെ അർത്ഥം ചോദിച്ചാൽ അർത്ഥവും പഠിച്ചു വെക്കുക. ഉത്തരം, ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുർ ഇർ. അർത്ഥം, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. ഇനി 2ാമത്തെ ചോദ്യം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുല യൽബസു ഡാഷ്. ഉത്തരം, ലിബ്സത്തൽ മർഅത്തി. ഇനി ചോദ്യം 3, ഡാഷ് ലിബ്സത്ത അർ-റജുലി. 2ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞ ഹദീസിൻ്റെ ബാക്കി തന്നെയാണ് 3ാമത്തെ ചോദ്യവും. അതിൻ്റെ ഉത്തരം വൽ മർഅത്ത തൽബസു ലിബ്സത്ത റജുലി എന്നാണ്. അഖ്ലാഖിലെ 8ാമത്തെ പാഠമായ സത്യവിശ്വാസിയുടെ വേഷവിധാനം എന്ന ആ പാഠത്തിലുള്ള ഒരു ഹദീസാണിത്. ഈ ഹദീസും അതിന് അർത്ഥവും പഠിച്ചേക്കുക. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുല യൽബസു ലിബ്സത്തൽ മർഅത്തി വൽ മർഅത്ത തൽബസു ലിബ്സത്ത റജുലി. അർത്ഥം, സ്ത്രീവേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, മൻ എൽമൻ ഡാഷ് ലഹുൽ ജന്ന. ഇത് അഖ്ലാഖിലെ 4ാമത്തെ പാഠമായ ആദ്യം ചിന്ത പിന്നെ സംസാരം എന്ന പാഠത്തിലുണ്ട്. അത് കാണാതെ പഠിച്ചേക്കുക. ഉത്തരം, മൻ എൽമൻ ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതുക. 1. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം എന്തായിരുന്നു? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എല്ലാവരും പഠിച്ചേക്കാം. ഉത്തരം, എല്ലാ മതസ്ഥരും ഒരുപോലെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടത്. ഇത് അഖ്ലാഖിലെ 11ാമത്തെ പാഠമായ ഇത് നമ്മുടെ രാജ്യമാണ് എന്ന പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫിലുണ്ട്. 2ാമത്തെ ചോദ്യം, ശുക്ർ എന്നാൽ എന്താണ്? ഉത്തരം, ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക, അതാണ് ശുക്ർ. ഇത് നമ്മുടെ 9ാമത്തെ പാഠമായ നന്ദി കാണിച്ച് നല്ലവനാവുക എന്ന പാഠത്തിലുണ്ട്. ആ പാഠത്തിൽ അതേപോലെ തന്നെ കൽബിൻ്റെ ശുക്ർ, നാവ് കൊണ്ട് ചെയ്യുന്ന ശുക്ർ, അതുപോലെ തന്നെ അവയവങ്ങളുടെ ശുക്ർ, ഇതിനൊക്കെ ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ പഠിക്കുക. അതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെയാണ്. ചോദ്യം 3, പുരുഷന് സുന്നത്തായ വസ്ത്രം എന്ത്? ഉത്തരം, വെള്ള വസ്ത്രം, തലപ്പാവ്, കമീസ് എന്നിവയാണ് പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ. ഇനി ഇതുപോലെ പുരുഷന് ഹറാമായത് എന്താണെന്ന് ചോദിച്ചാൽ പട്ട്, സ്വർണം എന്നിവ ധരിക്കൽ പുരുഷന് ഹറാമാണ്. ചോദ്യം 4, നാവിൻ്റെ ദോഷങ്ങൾ ഏവ? 4ാമത്തെ പാഠമായ ആദ്യം ചിന്ത പിന്നെ സംസാരം എന്ന പാഠത്തിലുണ്ട്. നാവിൻ്റെ ദോഷങ്ങൾ ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ മുതലായവ. ചോദ്യം 5,
ഇഖ്ലാസ് എന്നാൽ എന്താണ്? രണ്ടാമത്തെ പാഠത്തിലുണ്ട് ആത്മാർത്ഥത വാക്കിലും പ്രവൃത്തിയിലും എന്ന പാഠത്തിൽ പറയുന്നുണ്ട് എന്താണ് ഇഖ്ലാസ് എന്ന്. ഉത്തരം അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അമല് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, അമലുകൊണ്ട് ഭൗതികമായ നേട്ടം ഉദ്ദേശിക്കുക എന്നിവ ഇഖ്ലാസിനെ കോട്ടം വരുത്തുന്ന കാര്യങ്ങളാണ്. അത് പഠിക്കുക, ഇത് ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം എണ്ണം എഴുതുക. 1. ബദറിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകൾ. ഉത്തരം 70 പേർ. ചോദ്യം 2. മുഅ്തദ് യുദ്ധത്തിൽ റോമൻ സൈന്യം. ഉത്തരം 2,00,000. ചോദ്യം 3. ഖൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ. ഉത്തരം 93 പേർ. ചോദ്യം 4. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബാക്കൾ. ഉത്തരം 70 പേർ. ഇതൊക്കെയാണ് താരീഖിൽ നിന്നും അഖ്ലാഖിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇവയൊക്കെ നന്നായിട്ട് പഠിക്കുക. അല്ലാഹു അർഹമായ ഉന്നത വിജയം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.